ഞാനെന്തെന്നറിയാമോ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് എനിക്ക് പുറത്ത് പോകാൻ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാനുള്ള ചാൻസ് കിട്ടിയിട്ടോ, ബൈ ചാൻസ് കിട്ടിയതാണേ. ഇതാ നമ്മുടെ പൂച്ച ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അത് ഞാൻ എവിടെ ഇരുന്നാലും ആ കൂടെ ഉണ്ടാവും. പുറകെ വന്ന് ഇങ്ങനെ താളം തല്ലിയിരിക്കും. എൻ്റെ അമ്മച്ചി അപ്പുറത്ത് ഒരുങ്ങി ഇരിപ്പുണ്ട്. കണ്ടോ, പാട്ടൊക്കെ കേട്ട് അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചിനെ കാണിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വൈകുന്നേരം ഇടയ്ക്ക് ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇടയ്ക്ക് അമ്മച്ചി ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 6:45 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. ഇപ്പോൾ വിൻ്റർ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾക്കിവിടെ 4:45 5 മണിയാകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാകും. ഞാൻ എന്നീ മുറ്റത്ത് ഈ സമയത്ത് ഏകദേശം ഒന്ന് ഇറങ്ങി നോക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, അത് കയറി പോന്നാലോ എന്ന് ചിന്തിക്കും. സാരമില്ല, പിടിച്ചു നിന്നല്ലേ പറ്റുമല്ലേ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ചുമ്മാ ഗാർഡനിൽ കൂടെ നടക്കുവാട്ടെ. ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിക്കും. പിന്നെ ഇതെല്ലാം വളവും കാര്യങ്ങളൊക്കെ വേറെ ഒരു ചേട്ടനുണ്ട്, അയാളാണ് വന്നെല്ലാം സെറ്റാക്കുന്നത്. ഇതെന്തോ ഒരു ചെടി എനിക്കറിയാം. ഇതിൻ്റെ മുള്ളങ്ങാൻ ഇതിൻ്റെ ഈ ഓല പോലെ ഇരിക്കുന്ന സാധനമില്ല, കയ്യെ കൊണ്ട് ഭയങ്കര വേദന കേട്ടോ, ഭയങ്കര ഷാർപ്പാണ്. പിന്നെ എന്തുവാ, ഇങ്ങനെ മുറ്റത്തൂടെ കറങ്ങി അമ്മാമ്മയുടെ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 7 മണിയെന്നാണ് പറഞ്ഞത്. ഏകദേശം ആകാനായി സമയം. അപ്പോൾ അമ്മാമ്മ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് പുറത്തിറങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെ പോയാലും പുറകെ വരുന്ന ഒരാളാണ് ഇയാൾ. ഒന്നെങ്കിൽ ഞാൻ ആ സോഫയിൽ പോയിരിക്കുവാണെങ്കിൽ എന്താ പറയുന്നത്, എന്നെ മുട്ടി ഉരുമി ആ മേത്ത രോമം മൊത്തം എൻ്റെ മേത്താക്കി വെക്കും. അങ്ങനെ ഞാൻ അമ്മച്ചിനെ വിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞങ്ങൾക്ക് ഇച്ചിരി സാധനങ്ങളും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ വന്നതാണ്. ഇവിടെ നമുക്കെല്ലാം കിട്ടും ഏകദേശം. നമ്മുടെ എല്ലാ എന്താ പറയുന്ന പംകിൻ സീഡ് ആവട്ടെ, നമ്മുടെ സൺഫ്ലവർ സീഡ്സ്, എന്ത് സാധനം വേണം നമുക്കിവിടെ കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം കിട്ടും. തേങ്ങാക്കൊത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. വലിയ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് ലൂസായിട്ട് മേടിക്കാറാണ് പതിവ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച്, 2 പേരുടെ കയ്യിൽ, ഇതാ ചന്തയിൽ പോയി വന്ന പോലെ 2 പേരുടെ കയ്യിലും ഉണ്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ. അവളാണ് കൂടുതൽ മേടിച്ചത്, ഞാനാണ് കുറച്ച് മേടിച്ചത്. അങ്ങനെ അവൾ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നാക്കി. ഞാനങ്ങനെ വീട്ടിൽ കയറി വന്നു. അമ്മച്ചി വന്നിട്ടില്ല, കുറേ കഴിഞ്ഞേ വരത്തുള്ളൂ. ഇപ്പോൾ ഒരു മണിക്കൂർ ഞങ്ങൾ പുറത്തുകൂടെ നടന്നു, അത്രയേ ഉള്ളൂ. 8 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ കയറി. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഇതിങ്ങനെ എന്താ പറയുന്നത്, സ്റ്റെപ്പാണ്. ഓരോ റൂമിലേക്കും സ്റ്റെപ്പാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. സാധനങ്ങളെല്ലാം മേടിച്ച് ഇനി ഡിന്നർ കഴിക്കണം. അമ്മച്ചി വരാനൊരു 10 മണിയൊക്കെ ആവും. അത്രയ്ക്കേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.